മൂക്കിൻ്റെ തുമ്പത്തൊരു കണ്ണാടി എടുത്ത് വെച്ച് ഇല്ലാത്ത ഉണ്ടക്കണ്ണ് ഉരുട്ടി ഉണ്ടെന്ന ഭാവത്തിൽ ഉരുട്ടി നിൽക്കുന്ന ഇവനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്ന് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാപ്പി അപ്പവും ചമ്മന്തി കറിയുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ചമ്മന്തി ഇന്ന് അരച്ചപ്പോഴത്തേക്കും തേങ്ങ കുറഞ്ഞു പോയി, വെള്ളം കൂടിപ്പോയി. ചമ്മന്തിൻ്റെ തേങ്ങയെല്ലാം കൂടി ഒരു സ്ഥലത്ത് മാറി നിന്ന് അത് സൽവിട്ടടിക്കുന്നു, കറിയെല്ലാം വെള്ളം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നു. അത് കണ്ടാൽ നമുക്ക് കലക്ക് വെള്ളം കലക്കി വെച്ച പോലെ ഇരിക്കുന്നു. അബദ്ധം പറ്റിപ്പോയി, ഇനി പറഞ്ഞ കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ മീൻകറി തന്നെ എടുത്തോളാം. പിന്നെ മീൻകറി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണ് കത്തിക്കാര മീൻ. ചിലയിടത്ത് ഇതിനൊന്ന് CD ഡിസ്ക് എന്നൊക്കെ പറയണേക്കാം, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് കിട്ടിയിട്ട് കുറേ ദിവസമായപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണ് ഇത്, കത്തിക്കാര. അപ്പം അതിൽ ഇപ്പം മീനിന് മുട്ടയുള്ള സമയമാണെന്ന് തോന്നുന്നു. ഇപ്പം കിട്ടുന്ന എല്ലാ മീനിനും മുട്ടയുണ്ട്. ഈ മീനിൽ നിന്ന് എനിക്കിന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് അപ്പമൊക്കെ കഴിച്ചിട്ട് വീട്ടിനകം ഉമ്മ തൂക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുറിയെ ഞാൻ തന്നെ തൂത്ത് ഞാൻ തന്നെ തുടച്ച് തരാം. അപ്പം നിങ്ങൾ ചോദിക്കും നിനക്കെന്താ ബാക്കിയും കൂടെ തൂത്ത് തുടച്ചുകൂടെയെന്ന്. ഉമ്മ ഇല്ലാത്തപ്പോൾ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ തൂത്തിട്ട് പോകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ പുറകെ തുറപ്പെടുത്തുള്ളൂ, അവിടെ വൃത്തിയായില്ല ഇവിടെ വൃത്തിയായില്ല, പിന്നെ വഴക്കാവും. എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്യണതിൻ്റെ പുറകെ ആൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മ തന്നെ ഞാൻ മുറിയൊക്കെ തൂത്ത് തുടച്ചപ്പോഴത്തേക്കും ഉമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്താ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര ശോകമുഖം, എല്ലാവരും ചുറ്റിലുണ്ടെങ്കിലും ഭയങ്കര വിഷമം സങ്കടം എന്തെന്ന് എനിക്കറിയത്തില്ല. ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാനാ, മാറി മാറി അടുക്കള പടിയിലോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ കളിക്കുന്നതും ഉമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ഇങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ ഇക്ക വൈകുന്നേരം വന്നപ്പോൾ ഇക്ക വിചാരിച്ചു എനിക്ക് വയ്യാണ്ടിരിക്കുവാണെന്ന്, വാന്നില്ല ഞാൻ ആശുപത്രി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലൊക്കെ വിളിച്ചു. പിന്നെ ഇക്കക്ക് മനസ്സിലായി വയ്യാണ്ടല്ല, എനിക്ക് എന്തോ വിഷമമുണ്ടെന്ന്. പിന്നെ ഇക്ക കുളിയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് ആരനാട് പോകുന്നു. അത് നിന്ന വേഷത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് എനിക്കൊരു ഗുളിക മേടിക്കാനാണ്. അപ്പോൾ എന്നെയും കൂടെ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല, വിഷമമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അറിഞ്ഞാണ് നാളെ റമളാനാണ്. അപ്പോൾ എല്ലാ വർഷവും നോമ്പിൻ്റെ തലേ ദിവസം ഇതുപോലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇടിയപ്പവും മുട്ടക്കറിയാണ്. മുട്ട രാവിലെ അവിച്ചിടാന്ന് വെച്ചാൽ ഇത് വെളുപ്പിൽ അങ്ങ് ആവി കയറ്റിയെടുക്കാമല്ലോ. അപ്പോൾ ബാക്കി വന്ന തേങ്ങ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നല്ല ചോക്ലേറ്റ്. അപ്പോൾ മധുരം കഴിച്ചങ്ങ് റമളാനങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗുളിക കഴിച്ച ശേഷമാണ് ഈ സാധനം തിന്നുന്ന ഓർമ്മ വന്നു. പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല, അതങ്ങടുത്ത് വായിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.